ഹിന്ദു ആചാരപ്രകാരം ഒരാൾ മരിച്ചാൽ ആ ശരീരം ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മരണശേഷം ശരീരം പഞ്ചഭൂതങ്ങളിൽ ലയിക്കും എന്നാണ് വിശ്വാസം. മരണശേഷം ശവശരീരം കുളിപ്പിക്കും. ജലത്താൽ ശുദ്ധമാക്കുകയാണത്. പിന്നീട് ഭൂമിയിൽ ഒരു വാഴയിലയിൽ കിടത്തി ക്രിയകൾ ചെയ്യും. ദേശവ്യത്യാസമനുസരിച്ച് ക്രിയകളിൽ ചില മാറ്റങ്ങൾ കാണാറുണ്ട്. പിന്നീടത് അഗ്നിയിൽ കത്തിക്കുന്നു. അത് വായുവിൽ ലയിക്കുന്നു. അങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേരുന്നു. മരണശേഷം 5-ാം ദിവസമാണ് സഞ്ചയനമായി എടുക്കുന്നത്. സഞ്ചയന ദിവസം തെങ്ങിൻ കരിക്കിൻ വെള്ളം ഒഴിച്ചാണ് ആദ്യം ആഴി തണുപ്പിച്ചു തുടങ്ങുന്നത്. പിന്നീട് നന്നായി ശുദ്ധജലമൊഴിച്ച് ബന്ധുക്കൾ ആഴി തണുപ്പിക്കും. മരിച്ച വ്യക്തിക്കായി കർമ്മങ്ങൾ ചെയ്യാൻ മിക്കപ്പോഴും മൂത്ത പുത്രനെയാണ് പിണ്ടകർത്താവ് എന്ന സ്ഥാനത്തേക്ക് എടുക്കുന്നത്. തെങ്ങിൻ്റെ ഓലമടലിൽ നിന്ന് തയ്യാറാക്കിയെടുത്ത ചവണ പോലുള്ള സാധനം ഉപയോഗിച്ച് ആഴിയിൽ നിന്ന് അസ്ഥികൾ പെറുക്കി മൺകുടങ്ങളിലാക്കും. ബലികളും കർമ്മങ്ങളും കഴിഞ്ഞ ശേഷം നേരെ കടൽ ലക്ഷ്യമാക്കി അസ്ഥികളും ചാരവുമായി ബന്ധുജനങ്ങൾക്കൊപ്പം പോകും. അവിടെ അസ്ഥിയും ചാരവും ഒഴുക്കി മുങ്ങിക്കുളിച്ചാണ് തിരികെ പോരുന്നത്. പഴമക്കാരിൽ ചിലർ പറയുന്നത് കടലിൽ ചാരം മാത്രം ഒഴുക്കിയാൽ മതി, അസ്ഥി കൊണ്ടുപോകേണ്ടതില്ല എന്നാണ്. അസ്ഥി ശേഖരിച്ചതിന് ശേഷം അത് പ്ലാവിൻ ചുവട്ടിൽ നന്നായി കുഴിയെടുത്ത് അതിൽ കുഴിച്ചിടണമെന്നും പ്ലാവിന് അത് വലിച്ചെടുത്ത് പൊടി രൂപത്തിലാക്കാനുള്ള കഴിവുണ്ടെന്നുമാണ് അവർ അവകാശപ്പെടുന്നത്. സാവകാശം ആ പൊടി മണ്ണിനോട് ചേർന്ന് വളമായിത്തീരുമത്രേ. ശവശരീരം കത്തിച്ച സ്ഥലത്ത് നവധാന്യങ്ങൾ വിതറി അത് കിളിർത്തു വരുന്നത് കണ്ടിട്ടില്ലേ? ശരീരം ഭൂമിയിൽ ലയിച്ച് അത് നല്ലൊരു കൃഷിയിടമായി മാറുകയാണ്. സാധാരണക്കാർ ശവശരീരം ദഹിപ്പിക്കാൻ മാവാണ് വിറകായി ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ കറ നല്ല അണുനാശിനിയാണത്രേ. പൂർവികർ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്നു. 12-ാം നാളാണ് സപിണ്ഡീകരണമായി എടുക്കുന്നത്. മരിച്ചുപോയ വ്യക്തിയുടെ ആത്മാവിനെ പൂർവികരുടെ ആത്മാവുമായി കൂട്ടിച്ചേർക്കുന്ന ദിവസമെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഈ ദിവസമാണ് മരണവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചേർത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം അവർക്കായി വിളമ്പുന്നത്. സഞ്ചയന ചടങ്ങുകൾക്കായി കടലിലേക്ക് പോകുമെങ്കിലും സപിണ്ഡി ദിവസം വീടിനടുത്തുള്ള കുളത്തിലോ ജലാശയത്തിലോ ആണ് പോയി കർമ്മം ചെയ്യുക. മരണശേഷം ആദ്യത്തെ 10 ദിവസമാണ് തുടർച്ചയായി ബലിയിടുന്നത്. ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അറിവുകളും പങ്കുവയ്ക്കാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ലൈക്കും കമൻറ്റും ഷെയറും നൽകി പ്രോത്സാഹിപ്പിക്കുക.